ഹലോ ഗായ്സ്, മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഉമ്മ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ഈ കല്ലുമ്മക്കായനെ പറയുക പച്ചീല എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കല്ലുമ്മക്കായനെ ഫസ്റ്റ് നമ്മൾ ഉള്ളും പുറവും നന്നായി ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതിനെ നമ്മൾ കത്തി ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് വേണം ക്ലീൻ ആക്കാൻ. 1 കപ്പ് പച്ചരി നന്നായി കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കുക. ഈ പ്ലേറ്റിൽ കാണുന്ന എല്ലാ മസാല ഐറ്റംസും ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഒരു തേങ്ങയുടെ പകുതിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച പച്ചരിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് 3.5 കപ്പ് അരിപ്പൊടിയും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ്ചറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പത്തിരിക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കല്ലുമ്മക്കായിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മിക്സ്ചറിനെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നിറച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന്. ബാക്കിയുള്ള എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിനെ സ്റ്റീമറിലോട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ഇതിനെ നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തത് കളറിന് വേണ്ടിയിട്ട്. അതിലോട്ട് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ബാറ്റർ പോലെയാണ് നമ്മളിത് നേരത്തെ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച ഈ ഒരു കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ പുറത്തിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഒരു പാന് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക, കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മുളകിൻ്റെ മിക്സ്ചർ അതിലോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഈ നേരത്തെ വേവിച്ച് വെച്ച ഈ കല്ലുമ്മക്കായനെ നമുക്കതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ മസാല കല്ലുമ്മക്കായ റെഡിയായി. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അക്കൗണ്ട് ഒന്ന് ഫോളോ